എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റൈസ് വാട്ടർ വെച്ചിട്ട് എങ്ങനെയും സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കാന്ന് ഷെയർ ചെയ്യാനായിട്ടാണ്. സ്കിന്നിലെ ഡേർട്ടൊക്കെ ക്ലിയർ ചെയ്ത് സൂപ്പർ ആയിട്ടുള്ള 3 വേസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, റൈസ് വാട്ടർ വെച്ചിട്ട് ക്ലെൻസർ പ്രോപ്പർട്ടീസ് ചെയ്യുന്നുണ്ട്, ഫേസ് മാസ്ക് ചെയ്യുന്നുണ്ട്, കൂടെ ടോണർ കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് റൈസ് വാട്ടർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് ഞാനിവിടെ റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തരി വേണേലും എടുക്കാം, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാം. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് വാഷ് ചെയ്യാം. നല്ല ഡ്രിങ്കിങ് വാട്ടറിൽ തന്നെ ഇത് വാഷ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം നല്ല ഡ്രിങ്കിങ് വാട്ടറിൽ നമുക്കിത് വാഷ് ചെയ്ത് എടുക്കാം. ഇത് വാഷ് ചെയ്യുന്നത് മുഖ്യമായ കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് തൊട്ടേ കാണിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് റൈസ് വാട്ടർ കാണിക്കാത്തത് അതുകൊണ്ടാണ്. ഈ അരി സെപ്പറേറ്റ് ഇത് കഴുകി എടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴുകുമല്ലോ, അപ്പോൾ ആ വെള്ളം എടുത്താൽ മതി. ഈ അരി വാഷ് ചെയ്ത് കിട്ടുന്ന ഈ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ വെള്ളം അരമണിക്കൂർ അരിയിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. 3 to 4 days നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ. അപ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഇങ്ങനെ അരി വാഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ റൈസ് വാട്ടറിൽ എങ്ങനെയാണ് ഈസിയായി സിമ്പിൾ ക്ലെൻസർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ബൗളിൽ 1 സ്പൂൺ റൈസ് വാട്ടറാണ് ഉള്ളത്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് റോ മിൽക്കാണ്, കാച്ചാത്ത പാല്. അതൊരു സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ മിൽക്കിൽ ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അത് ഫേസിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എടുക്കും. അതുകൊണ്ട് ഇത് സൂപ്പറായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. മിൽക്ക് ഫേസ് വാഷ് ചെയ്യാനും എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുകയാണെങ്കിൽ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു കോട്ടൺ പാഡിൽ എടുത്ത് ഫേസിൽ ഫുള്ള് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്യുകയാണ്. ഈ റൈസ് വാട്ടറിൽ ക്ലെൻസിങ് പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. വളരെ കുറഞ്ഞ രീതിയിലുള്ളൊരു മെത്തേഡാണ് നമ്മുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ഇത് ഞാനൊരു 5 minutes എൻ്റെ ഫേസിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 to 3 minutes വെക്കാം, എന്നിട്ട് വാഷ് ചെയ്യാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫേസ് മാസ്ക് ആണ്. അതിലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റൈസ് വാട്ടർ ആണ്. അതൊരു സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് റോസ് വാട്ടർ ആണ്. നിങ്ങളുടെ അടുത്ത് പ്യുവർ ആയിട്ടുള്ള ഏത് റോസ് വാട്ടർ ആണോ ഉള്ളത് അത് എടുക്കാം. ഇതും ഈക്വൽ ക്വാണ്ടിറ്റി ആണ് ഞാൻ എടുക്കുന്നത്. 1 സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് അലോവേര ജെല്ലാണ്. പ്യുവർ ആയിട്ടുള്ള ജെല്ല് എടുത്തോളൂ, ട്രാൻസ്പെറൻറ്റ് ജെല്ല്. ഗ്രീൻ കളറൊന്നും ആഡ് ചെയ്തൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ 1 സ്പൂൺ തന്നെ ഈ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റാമിൻ ഇ ഓയിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബദാം ഓയിൽ കൂടി യൂസ് ചെയ്യാം. 2 to 3 drops. അത് ഓപ്ഷണലാണ്. ഇത് രണ്ടും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതൊരു ജെല്ലി ടൈപ്പിൽ ഇരിക്കും. നമ്മൾ ഷീറ്റ് മാസ്ക് ഒക്കെ പോലെ തന്നെ ജെല്ലി ടൈപ്പിൽ തന്നെ നമ്മൾക്കിത് കിട്ടും. ഇതേപോലെ ജെൽ കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും. ഇത് ഫേസ് മാസ്ക് തിക്കായിട്ടും ഇരിക്കരുത്, നല്ല ലൂസായും പോവരുത്. മീഡിയം ആയ കൺസിസ്റ്റൻസിയിൽ എടുത്തോളൂ ഇതേപോലെ. ഇപ്പം എൻ്റെ സ്കിന്ന് ക്ലെൻസ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഫേസ് മാസ്ക് തേക്കാൻ പോവുകയാണ്. ഇതൊരു നല്ല ഫേസ് മാസ്ക് ആണ്. സ്കിൻ ഇൻസ്റ്റൻറ്റ് സോഫ്റ്റ് ആക്കാനും ഹൈഡ്രേറ്റ് ആക്കാനും ഒക്കെ സഹായിക്കും. ഒരു കോമൺ ഫേസ് പാക്ക് ആണിത്. റൈസ് വാട്ടർ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഒക്കെ റെഡ്യൂസ് ആക്കും. റോസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്തത് സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ സഹായിക്കും.
പിന്നെ ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്തത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് ഒരു സൂത്തിങ് എഫക്റ്റ് സ്കിന്നിന് കൊടുക്കും. ഈ ഫേസ് പാക്ക് നമുക്ക് നെക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സ്കിന്നിൽ സ്യൂട്ട് ആവുമോ എന്നറിയാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം. ഇത് കുറച്ച് കഴുത്തിൽ തേച്ചിട്ട് ഇറിറ്റേഷനോ ബേണിംഗ് സെൻസേഷനോ ഒന്നുമില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്യും. ഇപ്പം ഞാൻ ദേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണറാണ്. അത് നമ്മുടെ റൈസ് വാട്ടർ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് വയ്ക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓവർ നൈറ്റ് കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വാഷ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വാഷ് ചെയ്തോളൂ. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.